തിരുവനന്തപുരം തുമ്പയിലെ വ്യാജ പാസ്പോർട്ട് കേസിൽ നടന്നത് ഞെട്ടിക്കുന്ന ക്രമക്കേടുകൾ. സസ്പെൻഷനിലായ സീനിയർ CPO അൻസിലിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ പാസ്പോർട്ട് നിർമ്മിച്ചെന്നാണ് കണ്ടെത്തൽ. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ നിർമ്മിച്ചെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ട ആളുടെ അപേക്ഷ തുമ്പ പോലീസ് സ്റ്റേഷനിൽ എത്തിയതോടെയാണ് വ്യാജ പാസ്പോർട്ട് കേസിന്റെ ചുരുളുകൾ അഴിയുന്നത്. ഈ അപേക്ഷയിൽ സംശയം തോന്നിയ പോലീസ് ID പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധനയിൽ ഈ ID വ്യാജമാണെന്ന് കണ്ടെത്തുന്നു. ഇതോടെയാണ് അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിൽ ക്രമക്കേടുകൾ നടന്നത് തുമ്പ സ്റ്റേഷനിലെ സീനിയർ CPO അൻസിലിന്റെ ഒത്താശയോടെയാണെന്ന് വ്യക്തമായി. വ്യാജരേഖകൾ ഉണ്ടാക്കിയതും അൻസിലിന് അറിയാമായിരുന്നു. അതുമാത്രമല്ല, അപേക്ഷകളിലും അൻസിൽ വ്യാപകമായി ഇടപെട്ടു. പരിശോധനകളില്ലാതെ വെരിഫിക്കേഷൻ നടത്തി. തുമ്പ സ്റ്റേഷനിലെത്തിയ 20 അപേക്ഷകളിൽ 13 അൻസിലിന്റെ ഇടപാടുകൾ പോലീസ് സ്ഥിരീകരിച്ചു. തുമ്പ സ്റ്റേഷൻ പരിധിയിൽ വ്യാജ മേൽവിലാസം ഉണ്ടാക്കിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജ ID കാർഡ് നിർമ്മിച്ചത് മണക്കാട് സ്വദേശി കമലേഷ്. വ്യാജ പാസ്പോർട്ടിനായി ആളുകളെ സംഘടിപ്പിച്ചത് വർക്കല സ്വദേശി സുനിൽകുമാർ. ക്രമക്കേടിന് കൂട്ടുനിന്നത് മണ്ണന്തല സ്വദേശി എഡ്വേർഡ്. ഇവർ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ കൂടാതെ മറ്റു 3 പേരും പോലീസ് കസ്റ്റഡിയിലുണ്ട്. 1 വർഷം CPO അൻസിൽ ജോലി ചെയ്ത കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം അജീഷ് ജയകുമാർ, 24.